ഹായ് ഫ്രണ്ട്സ്, ഓർമ്മ ഡിസൈൻസിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മളൊരു ലീഫിൻ്റെ ഒരു എംബ്രോയ്ഡറി ആയിട്ടാണ് വരുന്നത്. ഇപ്പം ഇനി ഞാൻ വിചാരിച്ചു നമ്മൾക്ക് മോട്ടീവ്, അതായത് ചിത്രത്തിലൂടെ നമുക്ക് എംബ്രോയ്ഡറി പഠിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡൗട്ടും വരത്തില്ല. എംബ്രോയ്ഡറിൻ്റെ റിങ് ഒന്ന് ചെയ്യാം. അതിന് മുമ്പേ നമ്മൾ ക്ലോത്തിൽ എന്തെങ്കിലും ഒരു പിക്ചേഴ്സ് വരയ്ക്കണം. ഇന്ന് ഞാൻ വരച്ചിട്ടുള്ള 3 ഇലകളാണ് വരച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇലേൻ്റെ കൂടെ ഒരു തണ്ടും കൂടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചൊരു സ്റ്റിച്ച് വെച്ചിട്ട് ഈ തണ്ട് കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്നതാണ്. പുതിയൊരു സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ഇലയും കൂടെ ചെയ്യുന്നതാണ്. എങ്ങനെയാണെന്ന് നോക്കിയാലോ. എംബ്രോയ്ഡറിൻ്റെ റിങ് എടുത്തു, എന്നിട്ട് ഇത് താഴെ വെക്കണം കേട്ടോ. താഴെ വെച്ചു. 3 ഇല കേട്ടോ, വേറെ ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഇല മാത്രം ഞാൻ വരച്ചിട്ടുള്ളൂ. അപ്പം 3 ഇല വെച്ചിട്ട് നമുക്ക് എംബ്രോയ്ഡറി പഠിക്കാൻ തുടങ്ങും. നമ്മൾ ഒത്തിരി സ്റ്റിച്ചസ് പഠിച്ചു എന്ന് പറഞ്ഞാലും നമുക്കറിയത്തില്ല ഏതിലൊക്കെയാണ് ഏതൊക്കെ സ്റ്റിച്ചാണ് ഉപയോഗിക്കുന്നത് എന്ന്. അപ്പം ഇനിയുള്ള ക്ലാസ് കംപ്ലീറ്റ് ഇങ്ങനെയുള്ള ക്ലാസ് ആയിരിക്കും. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. കെട്ടിട്ട് കൊടുത്തു. ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഒരു പെൻസിലിട്ടിട്ടൊന്ന് കാണിച്ചു തരാം. ഇത് 1 ആണ് കേട്ടോ. 1 എന്ന് പറഞ്ഞിട്ടുള്ളയിടത്ത് നിന്ന് നമ്മൾ സൂചി കുത്തി മുകളിലേക്ക് എടുത്തു. എന്നിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ച് പഠിച്ചതുപോലെ തന്നെ നമുക്കിത് ചെയ്യാം. ബാക്ക് സ്റ്റിച്ചായിട്ട് ചെയ്യാം. അപ്പോൾ ബാക്കിലോട്ട് നമ്മൾ ചെയ്തു, ഇതിലേക്ക് ചെയ്തു, 1ലേക്ക് ചെയ്തു. ഇനി അതേപോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഓരോ സ്റ്റിച്ച് കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. തൊട്ടടുത്ത വീട്ടിലെ ഫ്ലാറ്റിലെ പട്ടിയാണ് നല്ല ഒച്ചയുണ്ടാക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് കൊണ്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ ബാക്ക് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ച് വരുന്നത്. ഓക്കെ, എന്നിട്ട് തിരിച്ചിട്ടിട്ട് നമുക്കിവിടെ ഒരു കെട്ട് കൊടുക്കാം. ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ തണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റിച്ച് വരുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ്. റണ്ണിങ് സ്റ്റിച്ച് എല്ലാവർക്കും അറിയുന്നൊരു സ്റ്റിച്ചാണ്. റണ്ണിങ് സ്റ്റിച്ച് എടുക്കുക, കുത്തിയെടുക്കുക, വീണ്ടും കുത്തുക, പിന്നെ എടുക്കുക, വീണ്ടും കുത്തുക. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത്, വീണ്ടും നമ്മൾ ഇതിലൊരു കെട്ടിട്ടു. നമുക്കതൊരു തണ്ടായിട്ട് മാറ്റിയെടുക്കണ്ടേ. അത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തില്ലേ, ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെ ഈ നൂലിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. നമ്മൾ ഇത് ചെയ്തത് ബാക്ക് സ്റ്റിച്ചാണ്, ഇത് റണ്ണിങ് സ്റ്റിച്ചാണ്. റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നൂലെടുത്ത് കോർത്തിട്ടാണ് ഈ തണ്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ എല്ലാവർക്കും? ഈ 2 സ്റ്റിച്ചും മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇത് ബാക്ക് സ്റ്റിച്ചിലൂടെയാണ് ചെയ്തത്. ഇത് വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച് എന്നാണ് ഇതിന് പറയുന്ന പേര്. റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സൂചി ഇട്ടിട്ട് നൂല്
ഉള്ളിൽ കൂടെ സൂചി എടുക്കുക. ഒരു വശത്ത് കൂടെ തന്നെ കേട്ടോ. ഈ വശത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ അടുത്ത വശവും എടുക്കാം. ഇതാണ്. അടുത്ത് നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ പഠിക്കാം, സ്റ്റെം സ്റ്റിച്ച്. ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ഈ സ്റ്റിച്ചിൻ്റെ പേരൊക്കെ. അപ്പം അടുത്തത് സ്റ്റെം സ്റ്റിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും. അത് കാരണം ഈ റണ്ണിങ് സ്റ്റിച്ച് തന്നെ നമുക്കിവിടെ ചെയ്യാം. വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ചാണ്. ഇത് നമ്മൾ ചെയ്ത റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതാണ്. ഇതിൻ്റെ അടിയിൽ കൂടെ, അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുമ്പോൾ ഈ വശം തന്നെയാണ് നമ്മൾ സൂചി കയറ്റുന്നതെങ്കിൽ ഈ വശത്ത് തന്നെ സൂചി കയറ്റും. ഇതാ ഇപ്പോൾ രണ്ടായി. ഇതാ ഇത് ചെയ്യുമ്പോൾ എല്ലാ ഇതും അതിൻ്റെ ഉള്ളിൽ വരണം കേട്ടോ. നൂലെല്ലാം ഇതാകണ്ട ഒക്കെ എൻ്റെ എല്ലാം. ഇത് കഴിഞ്ഞ് ഇവിടെ സൂചി കുത്തി ഇറക്കി ലോക്കിങ് ചെയ്ത് കൊടുക്കും. ഉണ്ടോ? നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. ലോക്ക് ചെയ്തു. നമുക്കിവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളൊരു തണ്ട് ചെയ്യുന്നത് ഏതൊക്കെ സ്റ്റിച്ചാന്ന് പഠിച്ചു. ഇനി നമുക്ക് ഇല ചെയ്യുന്നത് പഠിക്കാം. ഇല ചെയ്യുമ്പോൾ ഞാൻ ഇവിടുന്ന് പെൻസിൽ എടുത്തിട്ട് ഒരു മാർക്കിങ് ചെയ്യാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഈ വശം നമ്മൾ എ എന്ന് കൊടുത്തു, ഈ വശം നമ്മൾ ബി എന്ന് കൊടുത്തു, ഇവിടെ നമ്മൾ 1 എന്ന് കൊടുത്തു, ഇവിടെ നമ്മൾ 2 എന്ന് കൊടുത്തു കേട്ടോ. ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു പോയിന്റ് 1, ഇത് 2. ഇനിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സൂചി എടുത്ത് 1 കുത്തി മേലേക്ക് എടുക്കുക. 1 കുത്തി മേലേക്ക് എടുത്ത് 2 ഇറക്കുക. സൂചി 1 കുത്തി മുകളിലേക്ക് എടുത്ത് 2 ഇറക്കുക. അത് കഴിഞ്ഞതിൻ്റെ ശേഷം രണ്ടിലേക്ക് ഇറക്കി. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 അതായത് 1ൻ്റെ എ വശത്തേക്ക് നമ്മൾ സൂചി മുകളിലേക്ക് എടുത്ത് 1ൻ്റെ എ വശത്തേക്ക് കേട്ടോ മുകളിലേക്ക് എടുത്തിട്ട് 2 നമ്മൾ കുത്തി ബി എന്ന വശത്തേക്ക് ചെയ്യാണ് കേട്ടോ. ബി എന്ന വശത്തേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ലൈനില്ലേ, ഇല വരച്ചതിൻ്റെ ആ ലൈനിൻ്റെ അവിടെ തന്നെ കുത്തി ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. കുത്തിയെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം 2 നിന്ന് എയിലേക്ക് കുത്തിയെടുക്കുക. ഓപ്പോസിറ്റായിട്ട് ചെയ്താൽ മതി. ഇനി 2 എന്ന് പറയുമ്പോൾ 2ൻ്റെ താഴേക്ക് വരും കേട്ടോ. ഈ ലൈനിന് നമുക്ക് ഒരു പേരും കൂടി ഇടാം, സി എന്ന ലൈന്. ഈ ലൈനിൻ്റെ പേര് സി എന്നാണ് കേട്ടോ. അപ്പോൾ സിൻ്റെ ലൈനിലേക്ക് കുത്തിയിട്ട് ബിയിലേക്ക് എടുക്കുക. ഓപ്പോസിറ്റായിട്ട്, അതായത് പറഞ്ഞുതരാം. ഇവിടെ നൂല് പൊന്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇനി അടുത്ത് കുത്തുന്നത്. അത്ര ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ഈ ലൈന് കറക്റ്റ് പിടിച്ചാൽ മതി, വേറെ ഒരു പ്രശ്നമില്ല. ചെയ്യുമ്പോൾ ഇലേൻ്റെ ആ സ്റ്റൈലിൽ കാണണമെങ്കിൽ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിൻ്റെ അവിടെ തന്നെ നമ്മൾ സൂചി കുത്തി എടുക്കണം. ഇത് ചിലപ്പം ഇങ്ങനെ ക്ലോത്ത് ലൂസായിട്ടുണ്ടെങ്കിൽ ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ഫിനിഷിങ് വരത്തില്ലേ. പിന്നെ നമ്മളെ ആരി വർക്കിൻ്റെ ഇന്നലെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. ആരി വർക്കിൻ്റെ ക്ലാസ് ഞാൻ ഡയറക്റ്റ് ആയിട്ടാണ് കേട്ടോ പഠിപ്പിച്ചു തരുന്നത്. അപ്പം ഞാൻ നറുക്കെടുപ്പ് നടത്തുന്നത് ഈ മാസം അവസാനമായിരിക്കും, അതായത് ഡിസംബർ ലാസ്റ്റ് വീക്കിലാണ് നമ്മളുടെ നറുക്കെടുപ്പ് നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർ എനിക്ക്
എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതിൻ്റെ ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേരും പ്ലേസും കമൻറ്റ് ചെയ്താൽ മതി. നറുക്കെടുപ്പ് എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ തരുന്നതാണ്. ആ നമ്പറിലേക്ക് നിങ്ങൾ ഒരു ഹായ് എന്ന് ഇട്ടാൽ മതി കേട്ടോ. സ്റ്റുഡൻസിൻ്റെ പേരുമായിട്ട് ഇട്ടാൽ മതി. അപ്പം നമ്മുടെ ഇല ഏകദേശം ഫിനിഷിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇലേൻ്റെ ഇവിടേക്ക് ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് നമ്മൾ സൂചി കുത്തി ഇറക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഒരു കെട്ടിട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇവിടെ നിന്ന് ചെറുതായിട്ട് എടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ചെയ്യാം. ഇത് കട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഇല. മനസ്സിലായോ? എല്ലാവർക്കും ഇല ചെയ്യാൻ എന്തൊരു എളുപ്പമാണ് ഇല ചെയ്യാൻ. അപ്പോൾ ഇനി അടുത്ത ഡിസൈന് ഇത് രണ്ടും വേറെ ഒരു സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഓർമ്മ ഡിസൈൻസിൻ്റെ ബൈ ബൈ.